അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. അത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. എന്താ വെച്ചാൽ സിറ്റുവേഷൻ ഇതാണ്. എന്താ വെച്ചാൽ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ സിഗ്നലിലേക്ക് വരുന്ന വണ്ടികൾ ഇങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ അടുത്തൊരു ഫുട് പാത്ത് ഉണ്ട്. ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു ഫുട് പാത്ത് ഉണ്ട്. ആ ഫുട് പാത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഒരു വാടകയ്ക്കൊക്കെ നിൽക്കുന്ന ഒരു, എന്താ പറയുക, എല്ലാ ആൾക്കാരും വാടകയ്ക്ക് നിൽക്കുന്ന ഒരു വീടിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ആ സിഗ്നലിലേക്ക് എന്താ പറയുക, ആദ്യമായിട്ടൊരു ബൈക്ക് വരികയാണ്. ആ ബൈക്കുമേൽ ഒരു ഉമ്മ ഉണ്ട്, ഒരു ഉപ്പ ഉണ്ട്, പിന്നെ ഒരു കുട്ടിയുണ്ട്. നല്ല അന്തരീക്ഷമാണെങ്കിൽ വളരെ ചൂടും നല്ല പ്രയാസമുള്ള ചൂടാണ്. അപ്പോൾ എന്താ പറയുക, ആ കുട്ടീനെയൊക്കെ ആ ഉമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നല്ല എന്താ പറയുക, വെയിൽ കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ ആ ബൈക്കിൻ്റെ അടുത്തിലേക്ക് ഒരു ചെറിയ താഴ്ന്ന ഒരു വണ്ടി, ഒരു കാറ് വരികയാണ്. ആ കാറ് വരുമ്പോൾ ആ കാറിലുള്ള ആൾക്കാർക്ക് ആ വെയിലിൻ്റെ ഇതില്ല, ഓല് കാറിലാണല്ലോ. അപ്പോൾ ഈ ബൈക്കത്തെ ആൾക്കാർ വിചാരിക്കുകയാണ്, എനിക്ക് അല്ലാഹു എന്താ പറയുക, കാറൊന്നും നൽകിയില്ലല്ലോ, ഞാൻ എത്ര അനുഗ്രഹം ഇല്ലാത്ത ആളാണ്, ഞാൻ ഈ ചൂടത്ത് പോകേണ്ടതെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കാറുള്ള ആൾ അതിൻ്റെ അടുത്തേക്ക് ഒരു വലിയ നല്ല പൈസ ഉള്ള ഒരു വലിയ കാർ വന്ന്, നല്ല സൗകര്യമൊക്കെ ഉള്ള, അതിനെക്കാട്ടി നല്ല മെച്ചമുള്ള ഒരു കാർ വന്ന്. അപ്പോൾ ഈ ചെറിയ കാറുള്ള ആൾ വിചാരിക്കുകയാണ്, അല്ലാഹു എനിക്ക് ആ കാറ് നൽകിയില്ലല്ലോ, അതിൽ നല്ല AC, നല്ല ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സുഖസുന്ദരമായിട്ട് അതിൽ പോകാമല്ലോ വിചാരിക്കുകയാണ്. അപ്പോൾ ആ വലിയ കാറിൻ്റെ അടുത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് നിർത്തി. ആ ഓട്ടോറിക്ഷയിൽ പറഞ്ഞാൽ നിറച്ചും ആൾക്കാരാണ്. ആ ഓട്ടോറിക്ഷയിൽ എല്ലാ ആൾക്കാരും കളിച്ച് ചിരിച്ച് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ വലിയ പൈസൻ്റെ ഉള്ള ആൾ വിചാരിക്കുകയാണ്, ഈ പൈസയുള്ള കാറുള്ള ആൾ വിചാരിക്കുകയാണ്, ഓരോ സന്തോഷം കിട്ടണേ എത്ര നന്നായിന്, ഞാനും എൻ്റെ ഭാര്യ ആ അടുത്തുള്ള ഭാര്യ എന്താ വെച്ചാൽ ഫോണുമേ കളിച്ച് മിണ്ടാതെ ഒരു സന്തോഷമില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ അത്ര സന്തോഷം ഉണ്ടായിന്, എത്ര നന്നായിന് ആ വലിയ പൈസൻ്റെ കാറുള്ള ആൾ വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഓട്ടോറിക്ഷയുള്ള ആൾ നേരെ ഓപ്പോസിറ്റായിട്ട് എന്താ വെച്ചാൽ, ഇയാളാണെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടി കാർ ഓടിക്കണം, നല്ല പൈസ. ഞാൻ അധ്വാനിക്കണത് തന്നെ, ഞാൻ വണ്ടി ഓട്ടണത് തന്നെ അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാ സിറ്റുവേഷനും കണ്ടിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്തിൽ എന്താ പറയുക, ഒരു ഉമ്മയും കുട്ടി കാലിന് വയ്യാതെ കൊക്കി ചാടി ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഉമ്മയും കുട്ടി വിചാരിക്കുകയാണ്, എനിക്ക് ഈ വാഹനങ്ങളൊന്നും തന്നില്ലല്ലോ അല്ലാഹു, ഞാൻ എത്ര അനുഗ്രഹം ഇല്ലാത്ത ആളാണ്, ഞാനിങ്ങനെ നടന്നു പോകേണ്ട അവസ്ഥ ആയില്ല എനിക്കിങ്ങനെ വിചാരിക്കുകയാണ് ആ ഉമ്മയും കുട്ടി. അതിൻ്റെ അടുത്ത് തന്നെ എല്ലാ ഇൻസിഡൻറ്റും കണ്ടിട്ട് മേലെ എന്താ പറയുക, ആ ബിൽഡിങ്ങിൻ്റെ മേലെ ഇരുന്നിട്ട് കാലില്ലാത്ത വീൽ ചെയർമേൽ ഇരുന്നിട്ടുള്ള ഒരാൾ വിചാരിക്കുകയാണ്, എനിക്ക് കാലില്ലല്ലോ, ഞാൻ നടന്നു പോകാനും കഴിയില്ല, വണ്ടി ഓട്ടാനും കഴിയില്ല, ഞാൻ എത്ര അനുഗ്രഹം ഇല്ലാത്ത ആളാണെന്ന് വിചാരിക്കുക. അതേ സമയത്ത് ആ ട്രാഫിക് സിഗ്നലിൽ ആ സിഗ്നലൊന്നും പാലിക്കാതെ, എന്താ പറയുക, അതിൻ്റെ ആവശ്യമില്ലാതെ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് വരിക. ആ ആംബുലൻസിൽ പറഞ്ഞാൽ ആ ജീവിതത്തിലേക്ക് ഉണ്ടാവില്ല, മരണത്തിലേക്ക് പോകുമെന്നുള്ള ആ ഒരു 1-to-1 ഡിസിഷനിലാണ്, ആ സിറ്റുവേഷനിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അയാളാണെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ആംബുലൻസിലുള്ള ആൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാലില്ലേ, ഇതിൽ ഇപ്പം നമ്മൾ നോക്കുന്ന ഈ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള നല്ല അടിമ എന്ന് പറയുന്നത് ആ ആംബുലൻസിലുള്ള അള്ളാഹുവിനെ ഓർത്തിട്ട് ഇനിയൊരു ജീവിതത്തേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ്. പക്ഷേ ഇതിന് നമുക്ക് പറഞ്ഞ എല്ലാ ആൾക്കാർക്കും നല്ലൊരു ആബിദായിട്ട് അള്ളാഹുവിൻ്റെ നല്ലൊരു അടിമ മാറും. എന്താ വെച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് മതി. എന്താ വെച്ചാൽ ഒരു ഹദീസ് ഇങ്ങനെയാണ് എന്താ പറയുക പറയുന്നത്, എന്താ വെച്ചാൽ ഉൻദുറു ഇല മൻഹു അസ്ഫല മിൻകും, നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളുടെ മേലെയുള്ള ആളുകൾക്ക് നോക്കാതിരിക്കുക. എന്താ വെച്ചാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ താഴ്ന്ന് കുറച്ച് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കുന്നതാണ് ഹദീസിൻ്റെ ചുരുക്കം. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആംബുലൻസിൽ പോകുന്ന മനുഷ്യന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പോണ്. ഈ കാലില്ലാത്ത ആൾ വിചാരിക്കണത് എന്താ വെച്ചാൽ, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആംബുലൻസ് പോകുന്ന ആൾക്കാർ ജീവിതത്തിൽ ഉണ്ടോ ഇല്ല എന്ന് അറിയാത്ത അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് എനിക്ക് അള്ളാഹു എന്താ പറയുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുള്ള നാവെങ്കിലും അള്ളാഹു തന്ന്. അപ്പോൾ അങ്ങനെ നന്ദി ചെയ്യുക. പിന്നെ നേരെ മറിച്ച് മറ്റേ എന്താ പറയുക,
ആ ഫുട്പാത്തിൽ കൂടെ നടക്കുന്ന ആൾ വിചാരിക്കും എനിക്ക് നടക്കാൻ കാലില്ലാത്ത ആൾക്കാർ എത്ര ഉണ്ട് മേലെ കാണുന്ന ആൾ തന്നെ കാലില്ലാത്ത ആളാണ്. എനിക്ക് കാലിന് നടന്നിട്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് തന്ന്. ഓട്ടോറിക്ഷയിലുള്ള ആളാണെങ്കിൽ അത്രയും സന്തോഷം തന്ന്. എനിക്ക് ഹാപ്പിനെസ് സന്തോഷത്തിന് വേണ്ടിയല്ല നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ ആ സന്തോഷം തന്ന്. പിന്നെ ആ വലിയ കാറിലുള്ള ആൾ നേരെ ഉൾട്ടാക്കി ഇങ്ങനെ റിവേഴ്സിൽ ചിന്തിച്ചാൽ മതി. ഈ എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ബൈക്കില്ലാത്ത ആളുണ്ട് ഇവിടെ, ബൈക്കില്ലാത്ത കാലില്ലാത്ത ആളുണ്ട്, അങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റായി ചിന്തിച്ച് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അള്ളാഹുവിനെ നന്ദി ചെയ്യാനുള്ള ഒന്നുപാടെ കുറച്ച് ടെൻഡൻസി കൂടും എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.